ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര ആ ജ്യൂസ് കാണുകയാണ്. അപ്പോൾ ജ്യൂസ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഓഹോ, അവളോട് ഞാൻ ജ്യൂസ് എടുക്കാനൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ഓ, അവളുടെ കെട്ടിയോനുണ്ടാക്കി വെച്ച ജ്യൂസ് ആയിരിക്കും. അവളുടെ കെട്ടിയൻ ജ്യൂസ് കുടിക്കോ? അവളുടെ കെട്ടിയൻ മദ്യമല്ലേ കുടിക്കുന്നത്. ഈ ജ്യൂസൊന്നും ഇനി അവൻ കുടിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ആ ജ്യൂസിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ആകെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അയ്യോ എൻ്റെ അമ്മോ, ഇത് എന്തൊരു ടേസ്റ്റാണ്, വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഇതൊരു തുള്ളി പോലും ഇനി സച്ചിക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അത് കുടിക്കാനായിട്ട് തുടങ്ങുക. ഈ സമയം തന്നെ നമ്മുടെ രേവതി സച്ചി ഒന്ന് നോക്കുക. സച്ചിയാണെങ്കിൽ ആകെ സങ്കടത്തില്ല. കാരണം തൻ്റെ അച്ഛൻ പോലും തന്നോട് മിണ്ടുന്നില്ല, മുഖം തിരിച്ച് മാറി നടക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു അവഗണന സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ രേവതി സച്ചിയെ നോക്കി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഏതായാലും സച്ചിയേട്ടനെ കൊണ്ട് എനിക്ക് ആ ജ്യൂസ് കുടിപ്പിക്കണം, സച്ചിയുടെ കുടി മുഴുവനും മാറ്റിയെടുക്കണം. പാവം സച്ചിയേട്ടൻ വളരെയേറെ സങ്കടത്തിലാ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ സച്ചി ഇങ്ങോട്ട് തിരികെയാണ്. രേവതി അവിടെ നിന്ന് ഓടിപ്പോയി എന്തൊക്കെ എടുക്കുന്ന പോലെ അഭിനയിക്കുക. ആ സമയത്ത് രേവതി രേവതി അച്ഛൻ എന്താ പറഞ്ഞ? രേവതി, ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നോ? ആ സമയത്ത് അച്ഛൻ എന്താ പറഞ്ഞത്? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്തിനാ നിങ്ങൾ അറിയുന്നത്? അച്ഛനോടും മിണ്ടാത്തത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രേവതി. ദേ, ഞാൻ വരുമ്പോഴൊക്കെ അച്ഛൻ മുഖം തിരിച്ചുകൊണ്ട് പോവുക. ഞാൻ വന്നപ്പോൾ അച്ഛൻ എന്തോ നിങ്ങൾ രണ്ടുപേരും കൂടി പറയണ്ടായിരുന്നില്ലേ? അതെന്താ പറഞ്ഞത്? ഇത് കേട്ട് നമ്മുടെ രേവതിയാണെങ്കിൽ അത് പിന്നെ സച്ചിയേട്ടാ, അച്ഛൻ എനിക്ക് കുറച്ച് പൈനാപ്പിൾ മേടിച്ചു തന്നായിരുന്നു. സച്ചിയേട്ടന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാ അച്ഛൻ ആ പൈനാപ്പിൾ മേടിച്ചു തന്നത്. അത് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞു. ഇത് കേട്ട് സച്ചി ആകെ സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥ നിൽക്കുകയാണ്. അച്ഛൻ അങ്ങനെ പറഞ്ഞോ? അച്ഛൻ അങ്ങനെ പറഞ്ഞു സച്ചിട്ടാ. ഏതായാലും ഞാൻ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ, സച്ചിയുടെ കുടിക്കോ? ഇതെന്ത് ചോദ്യമാണ് രേവതി, ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരട്ടേന്നോ? എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി മേടിച്ചതല്ലേ, അപ്പം പിന്നെ എനിക്ക് ആ ജ്യൂസ് വേണ്ടേ? ദേ, ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വാ, ഞാനിവിടെ കാത്തിരിക്കുകയാണ് അത് കുടിക്കാൻ വേണ്ടി. ചെല്ല്, പെട്ടെന്ന് ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ പറഞ്ഞയക്കുക. രേവതിക്കാണെങ്കിൽ ആകെ ടെൻഷനും. എങ്ങനെയെങ്കിലും ആ ജ്യൂസ് കുടിപ്പിക്കണം, എന്നിട്ട് പൂർണ്ണമായിട്ടും കൂടി അവസാനിപ്പിക്കണം. ഇത് തന്നെയാ നമ്മുടെ രേവതിയുടെ മനസ്സിൽ. ഈ സമയം തന്നെ ചന്ദ്രയാണെങ്കിൽ അത്രയും ജ്യൂസ് കുടിച്ചിട്ടും അത് തീരുന്നില്ല. ഇത് എന്ത് ജ്യൂസ് തീരാത്തത്? എന്നാലും ഞാൻ ഈ ജ്യൂസ് കുടിക്കും. എന്ത് ജ്യൂസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇതൊരു തുള്ളി പോലെ അവന് കൊടുക്കൂല. അവനെ മദ്യം കുടിക്കട്ടെ, അതല്ലേ അവന് ഇഷ്ടം, അത് മാത്രം കുടിച്ചാൽ മതി അവൻ എന്നും പറഞ്ഞ് ഈ ചന്ദ്ര അത് മുഴുവൻ ഊറ്റി കുടിക്കുക. അപ്പോഴാണ് നമ്മുടെ രേവതി വരുന്നത്. രേവതി ഇത് കണ്ടതുമാകെ ഞെട്ടിത്തരിച്ചൊരവസ്ഥ നിൽക്കുക. എൻ്റെ ദൈവമേ, അമ്മ എന്തേ കാണിക്കുന്നത്? അമ്മേ എന്നും പറഞ്ഞിട്ട് വിളിക്കണം. അമ്മേ, എന്തിനാമ്മേ ഈ ജ്യൂസ് കുടിച്ചത്? പിന്നെ ഞാനെടുത്ത് കുടിച്ചു. നീ ജ്യൂസ് ഉണ്ടാക്കി വെച്ചതേ നിന്റെ ഭർത്താവിന് കൊടുക്കാൻ വേണ്ടിയല്ലേ? അവൻ ഈ ജ്യൂസൊക്കെ ഇഷ്ടമാണോടി? അവനെ ജ്യൂസല്ല ഇഷ്ടം, അവന് മദ്യോ. നീയേ കുറച്ച് മദ്യം മേടിച്ച് അവന് കൊടുക്കുക, അതായിരിക്കും അവന് താല്പര്യം. അല്ലാതെ ജ്യൂസിനോടൊന്നും അവന് യാതൊരു താല്പര്യമില്ല. നീ അവനെ മദ്യം മേടിച്ചു കൊടുക്കുക, അതായിരിക്കും നല്ലത്. അതല്ലമ്മേ, ഞാൻ പറയട്ടെ? വേണ്ട, നീ ഒന്നും പറയണ്ട. ഏതായാലും ഞാൻ ഈ ജ്യൂസ് ഫുള്ളും കുടിച്ചു, ഇനിയൊരു തുള്ളി പോലും ബാക്കിയില്ല. പറഞ്ഞ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രായി തലക്കും ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പോവുക. രേവതിയാണെങ്കിൽ പേടിച്ച് പറിച്ച് നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, ആ ജ്യൂസ് മുഴുവനും കുടിച്ച് തീർത്തല്ലോ. ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ? പേടിയാവുന്നു. ഇനിയിപ്പോൾ മദ്യപിക്കാത്തവർ ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഞാൻ ആ ചേച്ചി ഒന്ന് വിളിച്ച് ചോദിച്ചാലോ? സച്ചിയേട്ടന് കൊടുക്കാൻ വേണ്ടി വെച്ച ജ്യൂസാണ് എന്നും വിചാരിച്ച് രേവതി ആ ഫോൺ എടുത്തിട്ട് ആ ചേച്ചിയെ വിളിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ചേച്ചി ഫോൺ എടുക്കുന്നില്ല. ഇത് കേട്ട രേവതിക്ക് വീണ്ടും ടെൻഷനാവുകയാണ്. ഇത് എന്തൊരു കഷ്ടോ ദൈവമേ, ചേച്ചിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ലല്ലോ. അങ്ങനെ ചന്ദ്ര ഒരു കസേരയിൽ ഇങ്ങനെ പോയിരുന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുക. എപ്പോഴും വയറ്റിൽ ഒരു വൈക്ലഭ്യം. അപ്പോൾ നമ്മുടെ രേവതി ഈ ചേച്ചിയെ തേടി പാഞ്ഞങ്ങോട്ട് പോവുക. അപ്പോഴാണ് സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷിനെ കാണുന്നത്. സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷിനെ കാണുന്നത്. അപ്പോൾ മഹേഷ് രേവതി എന്ന് പറഞ്ഞിട്ട് വിളിച്ച് നിർത്തിക്കേണ്ടത്. ഞാൻ എങ്ങോട്ടായാലും എന്താ ഇപ്പം പ്രശ്നം? അതല്ല, എന്താ രേവതി, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? നിങ്ങൾ സച്ചിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നാണോ? അല്ല, പോയി വിളിക്കുക, ചെല്ല്, എന്നിട്ട് കുറേ മദ്യമൊക്കെ കൂടുതൽ മേടിച്ചു കൊടുക്കുക, എന്നാലും സമാധാനം ആവുള്ളൂ. എന്താ രേവതി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? രേവതി കൂടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് സഹിക്കാൻ പറ്റുമോ? പിന്നെ
വഴി നീളെ നടന്ന് കുടിക്കുകയല്ലേ ഇപ്പൊ പകലും ആയിക്കൂടി. എന്നിട്ട് കുടിച്ചിട്ട് വണ്ടി ഓടിക്കാനും തുടങ്ങി. ഇപ്പൊ പോലീസ് പിടിച്ചിരിക്കുകയല്ലേ, വണ്ടിയും പിടിച്ചുകൊണ്ട് പോയി. ഇനിയിപ്പോൾ വണ്ടി ഓടിക്കണ്ട, വീട്ടിൽ തന്നെ കുത്തി അങ്ങോട്ട് ഇരുന്നാൽ മതി. എല്ലാവർക്കും സമാധാനമായല്ലോ. സച്ചിയണ്ണനെ കൊണ്ട് ചീത്താക്കിയപ്പോൾ എല്ലാവർക്കും സമാധാനമായില്ലേ? ദേ രേവതി കാര്യം അറിയാതെ സംസാരിക്കുന്നത്. ദേ സച്ചി ഒന്നും പറഞ്ഞില്ലേ? അല്ല, പറഞ്ഞിട്ടുണ്ടെങ്കിലും രേവതി അത് കേൾക്കാനായിട്ട് കൂട്ടാക്കൂലല്ലോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ എന്താ ഉണ്ടായെന്നറിയാമോ? ആ അനൂപ് എന്ന് പറഞ്ഞ കൂട്ടുകാരനില്ലേ, ആ പാർട്ടിക്കാരനും അന്ന് രേവതിക്ക് പൂമാല കെട്ടാൻ തന്ന അയാളില്ലേ, അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു ബാറിലേക്ക് ചെന്നു. അങ്ങനെ ബാറിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സച്ചി പുറത്തു വന്നത്. കുറേ നേരമായി കഴിഞ്ഞപ്പോഴും അവര് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അതെന്താണെന്ന് അറിയാൻ വേണ്ടി കയറി ചെന്നതാ. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്ന് വിചാരിച്ച് കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ല, രേവതി ആ വീഡിയോയിൽ എവിടെയെങ്കിലും കണ്ടായിരുന്നോ സച്ചി കുടിക്കുന്നത്? ഇല്ലല്ലോ. ആ മദ്യം ഒഴിക്കുന്നതല്ല കണ്ടത്. ബാറിൽ പോകുന്നത് പിന്നെ കുടിക്കാനല്ലാതെ പിന്നെ എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ രേവതി, സച്ചി അത് ആ ഒരു കൂട്ടുകാരനെ വിളിക്കാൻ വേണ്ടി പോയതാ. എന്താണ് ഇത്ര ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് സച്ചിക്കൊരു ഓട്ടം വന്നായിരുന്നു. ആ ഓട്ടത്തിന് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത്. അപ്പൊ സച്ചിയെ കൊണ്ട് അവരെ മദ്യം ഒഴിപ്പിച്ച്. അല്ലാണ്ട് സച്ചി കുടിച്ചിട്ടില്ല. ഈ പറഞ്ഞ മുഴുവൻ സത്യമാണ്. അതെ, ഞാൻ പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാ രേവതി. നീയും കൂടി അവനെ വിശ്വസിക്കരുത്. അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെയെന്നറിയാമോ? അവൻ്റെ അച്ഛനെയും അച്ഛമ്മയാണ്. നീ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ രേവതി നിന്നെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീ അവനെ തള്ളി പറയുന്നത് സച്ചിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നീ അവനെ തള്ളി പറയരുത് രേവതി. നീ അവനെ ചേർത്ത് പിടിക്കേണ്ടതാ. നിങ്ങൾ 3 പേരും അവനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ഒറ്റപ്പെട്ടൊരവസ്ഥയിലായിരിക്കും. അവനെ താങ്ങി നിർത്തണം എന്നിങ്ങനെ പറയുക. ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും ശരി, ഞാനിപ്പോൾ ഒരു അർജൻറ്റ് കാര്യത്തിൽ പോവുകയാണ്. ഏതായാലും എനിക്കിപ്പോൾ സംസാരിക്കാനൊന്നും സമയമില്ല, ഞാനേതായാലും പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി വണ്ടി എടുത്തുകൊണ്ട് നേരെ അവിടെ നിന്ന് പോവുകയാണ്. രേവതിക്കാണെങ്കിൽ ആകെ പേടിയും തോന്നുകയാണ്. കാരണം ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നാണ് പേടി. അങ്ങനെ നമ്മുടെ ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. അപ്പോഴാണ് സച്ചി ഇറങ്ങി വരുന്നത്. സച്ചി ഇറങ്ങി നേരെ രേവതി എന്ന് വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. രേവതി ഇവിടെ ഇല്ല. രേവതി ഇവിടെ ഇല്ലേ? അവളോട് പോയി. അവളിപ്പോ അടിക്കടി പുറത്തേക്ക് പോകലാണല്ലോ. പോകുക കയറി വരിക ഇതാണല്ലോ അവളുടെ ജോലി. അല്ലാതെ ഇവിടെ ഒന്നും ഇല്ലല്ലോ. നീയാണെങ്കിൽ കുടിച്ചു കൂത്താടി നടക്കുക. ഇതല്ലാതെ എന്താ ചെയ്യേണ്ടത്? നിന്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ പോലും നിനക്ക് സമയമില്ല. ഭാര്യ എങ്ങോട്ടാണ് പോകുന്നത് നോക്ക് പോലും ഇല്ല നീ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഉഷിപ്പേറ്റുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര അവിടെ ഇങ്ങനെ സെറ്റിലിങ്ങനെ കുത്തിരിക്കുക. ദൈവമേ, എൻ്റെ വയറെന്തോ പ്രശ്നമുണ്ടല്ലോ, എനിക്കെന്തെങ്കിലും വയറുവേന. അപ്പോൾ രവി വരുന്നു. അപ്പോൾ രവിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നിങ്ങളിത് എങ്ങോട്ടാ പോയത്? ഞാൻ പുറത്തേക്ക്. അല്ല, തലയിൽ തുണിയിടായിരുന്നില്ലേ? എന്തിനിപ്പോൾ തലയിൽ തുണിയിടുന്നത്? അല്ല, നാട്ടുകാരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. അല്ല, പുന്നാര മോൻ കുടിച്ചു കൂത്താടി വണ്ടി എടുത്തുകൊണ്ട് ഓടിച്ചല്ലേ. എല്ലാ സോഷ്യൽ മീഡിയയിലും മൊത്തം വൈറലാണല്ലോ. അപ്പോൾ പിന്നെ നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും. സച്ചിയുടെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കളിയാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാ ഞാൻ നിങ്ങളുടെ തലയിൽ തുണിയിടാനായിട്ട് പറഞ്ഞത്. പുന്നാരിച്ച് വളർത്തിയതല്ലേ എൻ്റെ സച്ചിമോൻ, അവനൊരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പുന്നാരിച്ച് വളർത്തിയല്ലേ. ഇപ്പം എന്തായി? നാട്ടുകാരുടെ മുന്നിൽ നോക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് വീണ്ടും വല്ലാത്തൊരു വയറുവേദന കണക്ഷൻ വിടുന്നത് പോലെയാണ് ചന്ദ്രയ്ക്ക് തോന്നിയത്. ചന്ദ്ര അവിടെ നിന്ന് എണീറ്റ് രവിയേട്ടാ എൻ്റെ വയറ്, രവിയേട്ടാ എൻ്റെ അമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് ടോയ്ലറ്റിലേക്ക് ഒറ്റ ഓട്ടം. അയ്യോ ചന്ദ്ര, എന്ത് പറ്റി ചന്ദ്ര? ഇതെന്താ നീ കാണിക്കുന്നത്? ഈ സമയം തന്നെ സച്ചി ആണെങ്കിൽ ആകെ ടെൻഷനില്ല. സച്ചി തൻ്റെ അച്ഛനെക്കുറിച്ച് ആലോചിക്കുന്നത്. അച്ഛൻ സച്ചിയെ തല്ലാനായിട്ട് കൈ ഉയർത്തിയതും ആ സമയത്ത് രേവതി അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതും നീ ഇപ്പോൾ പുറത്ത് പോയി ഗുണ്ടായുസം കാണിക്കുന്നതും പോരാഞ്ഞിട്ട് വീട്ടിൽ കയറി ഗുണ്ടായുസം കാണിക്കുകയാണോടാ എന്നാണ് അവിടെ അച്ഛൻ ചോദിച്ചത്. അതിനുശേഷം സച്ചി രേവതിയോട് മാപ്പ് പറയാൻ ചെന്നപ്പോഴും രേവതി അത് കേൾക്കാനായിട്ട് തയ്യാറാവാത്തതും അങ്ങനെതായ ചില കാര്യങ്ങൾ സച്ചി അവിടെ ആലോചിക്കുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് ആകെ അവശതയായി. ചന്ദ്ര ടോയ്ലറ്റിൽ നിന്ന് കയറി വരികയാണ്. അയ്യോ സച്ചിയേട്ടാ, രവിയേട്ടാ എനിക്ക് വയറിന് വയ്യ രവിയേട്ടാ. എന്താ ചന്ദ്ര, നിനക്ക് എന്താ പറ്റിയത്? എനിക്കറിയില്ല. ഇത് വലിച്ചു വാരി തിന്നുമ്പോഴൊക്കെ ആലോചിക്കണം. അയ്യോ ഞാൻ വലിച്ചു വാരിയൊന്നും തിന്നിട്ടില്ല, എൻ്റെ ദൈവമേ എനിക്ക് വയ്യ, അയ്യോ എനിക്ക് വയ്യായി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ടോയ്ലറ്റിലേക്ക് ഓടുകയാണ്. പെട്ടെന്ന് പൊയ്ക്കോ ചന്ദ്ര, ഓടിപ്പോ. ദൈവമേ ഇവൾക്ക് ഇത് എന്ത് പറ്റി? അങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ കയറി ഇറങ്ങി ചെയ്യണം ടോയ്ലറ്റിലേക്ക്. രവിയാണെങ്കിൽ ആകെ ടെൻഷനിലും. ചന്ദ്ര
ദേ ടോയ്ലറ്റിൽ പോയി 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 അവശതയായിട്ട് വേർത്ത് കുളിച്ചിങ്ങോട്ട് വരികയാണ്. ചന്ദ്രേ നിനക്കിത് എന്ത് പറ്റി ചന്ദ്രേ? എനിക്കറിയില്ല രവിയേട്ടാ, ഞാനാകെ അവശതയായേ എന്നും പറഞ്ഞുകൊണ്ട് രവി ചന്ദ്രയെ ഒരു കസാരയിൽ ഇങ്ങനെ ഇരുത്തുകയും ആ സമയത്ത് ദേ സന്തോഷം കൊണ്ട് മതിമറന്ന് വരികയാണ് ഈ സുധിയും ശ്രുതിയും കൂടി. സന്തോഷം കൊണ്ട് മതിമറന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് അമ്മേ അമ്മേ അന്ന് ഞാനേ ദേ അന്ന് ആ ഒരു പരീക്ഷയ്ക്ക് ഞാൻ ഫസ്റ്റ് ക്ലാസ് മേടിച്ചപ്പോഴേക്കും ദേ അമ്മ എനിക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കി തന്നത് അമ്മ ഓർക്കുന്നുണ്ടോ? ആ പായസം എനിക്കിന്ന് അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കുടിക്കണം. ആ ഒരു മോഹമുണ്ട് അമ്മ. അമ്മ എനിക്ക് ആ പായസം ഉണ്ടാക്കി തരാവോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയാണേലേടാ നിനക്ക് തിന്നണ ജ്വരം മാത്രമേ ഉള്ളല്ലോ, എൻ്റെ ദൈവമേ എൻ്റെ വയറ്, അയ്യോ അമ്മേ എന്ത് പറ്റിയമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ചന്ദ്ര വീണ്ടും ആ ടോയ്ലറ്റിലേക്ക് ഓടുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കണം, അച്ഛാ എന്തു പറ്റിയച്ഛാ അമ്മയ്ക്ക്? നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? അച്ഛാ അമ്മയ്ക്ക് വയറിനെന്താ പ്രശ്നമുണ്ട്? ദൈവമേ അപ്പം എൻ്റെ പായസം ആരും ഉണ്ടാക്കിത്തരും? ദേ ഇവിടെ ആകെ പായസമായിട്ടിരിക്കുക. ആ സമയത്ത് അവൻ്റെ ഒരു പായസം മിണ്ടാതിരുന്നോളൂ നീ. അപ്പോൾ ദേ ചന്ദ്ര കുനിഞ്ഞു കുനിഞ്ഞു വയറും താങ്ങി പിടിച്ചുകൊണ്ട് വരിക. അപ്പോൾ സുധിയും അതേപോലത്തെ കുനിഞ്ഞു നിൽക്കുക. അമ്മയ്ക്ക് എന്ത് പറ്റിയമ്മേ? അമ്മ എന്താമ്മ നിവരാത്തത്? അമ്മ എന്തെങ്കിലും കുനിഞ്ഞു തന്നെ നിൽക്കുന്നത്? എന്താണെന്നൊന്ന് പറ. ഒന്ന് പോടാ, എന്നെ ചുമ്മാ ശല്യപ്പെടുത്താതെ രവിയേട്ടാ, എനിക്ക് വയ്യ രവിയേട്ടാ, അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ടോയ്ലറ്റിലേക്ക് ഓടുകയാണ്. അച്ഛാ അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ചന്ദ്ര കട്ടിലിൽ പോയത് ആ കിടക്കുന്നു പടക്കമെന്നും പറഞ്ഞുകൊണ്ട് അയ്യോ രവിയേട്ടാ എനിക്ക് പറ്റുന്നില്ല രവിയേട്ടാ ഭൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ കിടപ്പാ. ഇടഞ്ഞപ്പോഴേക്ക് എല്ലാവരും പേടിച്ചു പോയി. എൻ്റെ ദൈവമേ ഇത് എന്താ സംഭവിച്ചതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോഴത്തേ സച്ചി വരുന്നു. അപ്പം സച്ചി ചോദിക്കുകയാണ്, അച്ഛാ എന്തു പറ്റി അച്ഛാ? അറിയില്ലടാ, അമ്മ കുറേ നേരം ടോയ്ലറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. ഇതേ ഒരു 10-15 പ്രാവശ്യം അങ്ങോട്ടും പോയി. അപ്പോൾ ഈ തളർന്ന ഇല പോലെ കിടക്കുന്നത് കണ്ടിട്ട് സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം സച്ചിയാണെങ്കിൽ അമ്മയുടെ തലക്കും ഭാവത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അമ്മേ എന്ന് വിളിക്കുകയാണ്. അമ്മ എന്നുള്ളൊരു സച്ചിയുടെ ആ വിളി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സച്ചി അമ്മേ എന്തമ്മേ എന്താ പറ്റിയത്? പക്ഷേ ചന്ദ്രയ്ക്ക് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റുന്നില്ല. ചന്ദ്ര വാടിയ കരിഞ്ഞ തളർന്ന ഇല പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരക്ഷരം അമ്മ. അപ്പോൾ സച്ചി അയ്യോ അച്ഛാ അതേ അമ്മ ഒരുപാട് വേർത്തിട്ടുണ്ടല്ലോ അച്ഛാ, ഇതെന്താ എന്താ പറ്റിയത്? എന്താ പറ്റിയെന്ന് ഒരു പിടുത്തൂലിടാ. അതെ ഞാനൊന്നൊരു കരിക്കിട്ടുണ്ട് വരട്ടെ, കരിക്കും വെള്ളം കൊടുത്താലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയണം എത്രയും പറ്റുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഇടാ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഇവിടുന്ന് കുറേ ദൂരമില്ലേ എന്ന് വിചാരിച്ച് നീ എന്താ പറയുന്നത്? അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടെന്നാണോ? എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് പരിചയമുള്ളൊരു ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടറിൻ്റെ ഇവിടെ അടുത്താണ്, ഞാൻ അവിടെ പോയി ഒന്ന് നോക്കട്ടെ, ആ ഡോക്ടറെ ഞാൻ വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് എണീറ്റ് ഓടുകയാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ടെൻഷൻ, ദൈവം ഇതെന്ത് പറ്റി ആകെ തളർന്നു പോയല്ലോ. അങ്ങനെ രേവതി ആ ചേച്ചിയുടെ വീട്ടിലെത്തി ചേച്ചിയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ചേച്ചി ഇപ്പം എന്താ ചേച്ചി പ്രശ്നം? ആ ജ്യൂസ് മുഴുവനും ആ അമ്മായിയമ്മ എടുത്ത് കുടിച്ചു. അയ്യോ രേവതി, അപ്പം ആ ജ്യൂസ് മുഴുവനും എന്നിട്ട് അമ്മായിയമ്മ എടുത്ത് കുടിച്ചു? അതെ ചേച്ചി, ആ ജ്യൂസ് മുഴുവനും അമ്മായിയമ്മ എടുത്ത് കുടിച്ചു. കുടിക്കുന്നവർ ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുടിക്കാത്തവർ ഈ ജ്യൂസ് കുടിച്ചാൽ അയ്യോ എന്താ ചേച്ചി ചത്തുപോകുമോ ചേച്ചി? ഏയ് ചത്തൊന്നും പോകൂല, പക്ഷേ വയറിന് പ്രശ്നമാകും. ബാത്റൂമിലെ പാവിരിച്ച് കിടക്കേണ്ടി വരും. ബാത്റൂമിലെ പാവിരിച്ച് കിടക്കേണ്ടി വരുമെന്നോ? എന്താ ഇത് എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിക്കാം. രേവതി ഞാൻ പറഞ്ഞതേ വയറിളക്കം വരുമെന്ന്. അയ്യോ ദൈവം വലിയ പ്രശ്നമാകുമോ? ഏയ് ഇല്ലെന്നേ, അങ്ങനെ കുറേ കഴിയുമ്പോഴേക്കും ഇത് സോൾവ് ആകും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുമൊന്നുമില്ല. നീ പേടിക്കാതിരിക്കും രേവതി, നീ പേടിക്കാതെ ചെല്ല്. അയ്യോ അതല്ല ചേച്ചി, ഇനിയിപ്പോൾ ഇതിനെല്ലാത്തിനും പ്രശ്നക്കാർ ഞാനാണെന്നെങ്ങാനും എൻ്റെ അമ്മായിയമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തല കൊയ്യും. അല്ലെങ്കിൽ അവർക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. എന്ത് പറഞ്ഞാലും എന്നെ കുറ്റപ്പെടുത്തുകയാണ് അവരുടെ ജോലി. ഇനി ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും ചേച്ചി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. അങ്ങനെ നമ്മുടെ സച്ചി ആ ഒരു ഡോക്ടറെ കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ഡോക്ടറെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പൾസും കാര്യങ്ങളൊക്കെ നോക്കിയാണ്. ഡോക്ടറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പ്രശ്നമൊന്നുമില്ല. അല്ല പുറത്തുനിന്ന് എവിടെന്നെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചായിരുന്നോ? ഇല്ല ഡോക്ടർ, പുറത്തുനിന്ന് കഴിച്ചില്ല. അപ്പോൾ ചന്ദ്രൻ ചോദിക്കണം നിങ്ങൾ എന്താ കഴിച്ചത്? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല, ഭക്ഷണത്തിൽ നിന്നുണ്ടായതാണ്, ഫുഡ് പോയ്സൺ ആണല്ലോ എന്നിങ്ങനെ പറയുക.
അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.